തൃശ്ശൂർ അതിരൂപതയുടെ മീഡിയ കത്തോലിക്ക ഒരുക്കുന്ന മനസ്സും മനഃശാസ്ത്രവും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സന്തോഷം നമുക്ക് പുറത്തുനിന്ന് തരാൻ പറ്റുന്നതല്ല, നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ജീവിതത്തെ സന്തോഷമാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് മൃഗങ്ങളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യന് മാത്രമുള്ളൊരു വളരെ നല്ലൊരു കഴിവാണ് അവൻ്റെ മനസ്സുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ഏറ്റവും സന്തോഷമാക്കി തീർക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത്. ഇങ്ങനെ മനസ്സിൻ്റെ കഴിവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനഃശാസ്ത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനഃശാസ്ത്രജ്ഞനായ വില്യം ഗ്ലാസർ, ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര പഠനങ്ങളിൽ ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ ചോയ്സ് തിയറി എന്ന് പറയുന്ന തിയറിയുണ്ട്, ഒരു തത്വം. അതുപോലെ നമുക്ക് ഒരു തത്വം എന്ന രീതിയിൽ വലിയ സംഭവമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അങ്ങനെ ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന ഒരു നല്ല ഒരു ചിന്ത ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണ്. എപ്പോഴും പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ പ്രശ്നത്തിനോ എൻ്റെ പ്രതിസന്ധിക്കോ എൻ്റെ ജീവിതത്തിലെ ഈ സാഹചര്യത്തിനോ ഒരു പരിഹാരവുമില്ല. ആകെ ഒരു പരിഹാരം ചിലപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ഒരുപക്ഷെ ഏറ്റവും പ്രശ്നം പിടിച്ചൊരു കാര്യമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശപ്പെടുന്നു. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി എന്തിനാണ് ഇങ്ങനെ ദുരിതം പിടിച്ച് ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ഈ ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനുള്ള സാധ്യതകളുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ്. അതാണ് നമ്മൾ ഈ തത്വത്തിൻ്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ കാണുന്നത് ചോയ്സ് തിയറി എന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ട് ഒരു ദിവസം എഴുന്നേൽക്കുമ്പം, ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പം, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് സാധ്യതകൾ എൻ്റെ കൺമുന്നിലുണ്ട്. അത് കാണാതെ പോകുന്നത് ഒരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ചില ആകുലതകളാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളാകാം. പക്ഷേ നമ്മൾ ആ പ്രതിസന്ധികളുടെ സമയത്ത് ചെന്നെത്തുന്നത് ആകെ ഒറ്റ ഒരു സാധ്യതയുടെ സ്ഥലത്താണ്. പക്ഷെ അതിന് പകരം അദ്ദേഹം പറയുന്നത് ഒന്ന് മാറി, ഒന്ന് ചിന്തിക്കാൻ പറ്റും, ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പറ്റുക. ആ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങേ വശത്ത് അല്ലെങ്കിൽ മറുവശത്ത് ഒരുപാട് സാധ്യതകളുടെ ലോകം നമ്മുടെ മുൻപിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ സാധ്യതകളെ കണ്ടെത്താൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും നമുക്ക് ഒരുപാട് നന്നായി മുന്നോട്ട് പോകാൻ പറ്റും. ഈ സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറേ സന്തോഷമുള്ളതായിട്ട് മാറുക. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എല്ലാ സാധ്യതകളും തീർന്നു എന്ന് പറയുന്ന ഒരു കുറ്റപ്പെടുത്തലും ഒരു ആകുലതയും നിരാശയും നമ്മളെ ഭരിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹം പറയുന്നത്, പാസ്റ്റ് ഈസ് ഓൾറെഡി പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കാലങ്ങളിലെ ദുരിതാനുഭവങ്ങളും കഴിഞ്ഞ കാലങ്ങളിലെ തോൽവികളും നമ്മളിങ്ങനെ തോളിലേറ്റി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ വല്ലാതെ ദുഃഖിക്കുന്നു. ഇപ്പോഴത്തെ ഒരു പ്രശ്നം കൊണ്ടല്ല, പണ്ടുണ്ടായിരുന്നൊരു പ്രശ്നം നമ്മളിപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആകുലപ്പെടുന്നൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്കിത് വളരെ ഇഷ്ടപ്പെടാൻ കാരണം, ഈശോ ബൈബിളിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പാപിനിയായ സ്ത്രീയോട് പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്, മേലിൽ ഇനിയുള്ള നാളിൽ നീ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഈശോ ആ വ്യക്തി ഓർമ്മപ്പെടുത്തിയത്. വാസ്തവത്തിൽ എനിക്കത് വളരെ സാമ്യം, ഈ ഒരു തിയറി, ഈ ഒരു തത്വം മനഃശാസ്ത്രത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുമ്പം എനിക്കത് വളരെ സാമ്യമുള്ളത് പോലെ തോന്നി. എന്ന് വെച്ചാൽ പാസ്റ്റ് ഈസ് ഓൾറെഡി പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ പറ്റുക. നമ്മൾ കഴിഞ്ഞ കാലത്തിൽ ജീവിക്കുമ്പം നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ തന്മയത്വത്തോടും സമചിത്തത്തോടും കൂടി പറയാൻ പറ്റണം, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് ഓൾറെഡി പാസ്റ്റ്, നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനേ കഴിയൂ. നമുക്ക് എല്ലാം കടന്നു പോകും അല്ലേ. നമ്മൾ ചില സമയത്ത് ചിന്തിക്കുന്നത് ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വലിയ സങ്കടവും വേദനയൊക്കെ ഉള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് പാസ്റ്റ് ഈസ് ഓൾറെഡി കഴിഞ്ഞു, അത് കഴിഞ്ഞു പോയി, ഇനി നമുക്ക് എങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അപ്പം അതിലേക്കാണ് എൻ്റെ മൂന്നാമത്തെ ചിന്ത
അദ്ദേഹം പറയുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഒരു മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, മൂന്നാമത് പറയുന്നത് മേക്ക് എ ബെറ്റർ ഫ്യൂച്ചർ. നമുക്ക് ഒരു പുതിയ ഭാവിയെക്കുറിച്ച് ആലോചിക്കാം, അല്ലേ? എപ്പോഴും ജീവിതം സന്തോഷകരമാകണമെങ്കിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ എന്നിലൂടെ ഇനി നിറവേറ്റാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനൊരു വലിയൊരു തീക്ഷ്ണതയുണ്ടാകും, ഒരു പ്രചോദനം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിൻ്റെ തോൽവികളെ അല്ലെങ്കിൽ സങ്കടങ്ങളെ, പ്രശ്നങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇനിയുള്ള നാളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേക്ക് എ ബെറ്റർ ഫ്യൂച്ചർ, അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ആകെ നമ്മുടെ കൺട്രോൾ, നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് ഇനിയുള്ള നാളിലെ കാര്യങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല, എല്ലാം കഴിഞ്ഞുപോയി. അതുകൊണ്ട് ഇനി ആകെ നമുക്കുള്ളത് ഇനിയുള്ള നാളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയുള്ള നാളിൽ എൻ്റെ ജീവിതത്തെ കുറേ കൂടി മനോഹരമാക്കാൻ എന്തൊക്കെ പദ്ധതികൾ രൂപപ്പെടുത്താൻ പറ്റും? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇനിയുള്ള നാളിൽ എടുക്കേണ്ട അല്ലെങ്കിൽ ജീവിക്കേണ്ട ജീവിതത്തെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച്, തീരുമാനങ്ങളെക്കുറിച്ച് ഇതൊക്കെ നമുക്ക് സാധിക്കും. കാരണം എന്താണെന്നറിയോ? ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ വളർന്നു വന്നവരാണ് നമ്മൾ. പഴയ ജീവിതാനുഭവങ്ങളൊന്നും നമ്മൾ മറക്കാൻ വേണ്ടിയിട്ടല്ല പാസ്റ്റ് ഈസ് ഓൾറെഡി പാസ്റ്റ് എന്ന് നേരത്തെ പറഞ്ഞത്. അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മളെ വേദനിപ്പിക്കാതെ ഇനിയുള്ള നാളിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. അങ്ങനെ കളർഫുള്ളായ മനോഹരമായ ഒരു ജീവിതത്തെ കാണാനും ആ ജീവിതത്തെ കണ്ട് നല്ല ഒരു 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 ഭാവിയെ ഓർത്ത് സന്തോഷത്തോടു കൂടി ഓരോ ദിവസത്തെക്കുറിച്ച് ഓർത്ത് നമുക്കൊരു പ്ലാൻ ചെയ്ത് കുറേ കൂടി ബെറ്ററായിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അങ്ങനെ പ്രതീക്ഷയുള്ളവർക്ക് മാത്രമാണ് സന്തോഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി പോകാൻ കഴിയട്ടെ. അതിനുള്ള ഒരു നല്ല ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പം ഓരോ ദിവസവും നമുക്കതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റും. ഓരോ കുഞ്ഞു കുഞ്ഞു പരിശ്രമങ്ങളിലും, അല്ലേ? അങ്ങനെ പറയാറുണ്ട്. സാധാരണ ഈ ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ വലിയ ഈ സന്തോഷമുള്ളൊരു ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എത്തപ്പെടാൻ പറ്റാത്ത, നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത വലിയ സാധ്യതകളല്ല ചെയ്യേണ്ടത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാകാം നമ്മുടെ തീരുമാനമായിട്ട്, ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് നമ്മൾ കരുതേണ്ടത്. അങ്ങനെ ഒരു ചെറിയൊരു കാര്യം നമുക്ക് ഇന്ന് തീരുമാനിക്കാം. എന്നിട്ട് ആ ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യുമ്പം വി ടു അപ്രീഷിയേറ്റ് അവർ സെൽഫ്. നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. എനിക്ക് അത്രയും കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഒരു സ്റ്റെപ്പ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ മാറ്റങ്ങളിലേക്കും വലിയ വലിയ സന്തോഷങ്ങളിലേക്കും നയിക്കും എന്നാണ് ഈ ഒരു മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളെ കുറേ കൂടി നല്ല സന്തോഷമുള്ള മനസ്സുകളാക്കി മാറ്റാം. എല്ലാം തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് സന്തോഷമുള്ള നല്ല അനുഭവങ്ങൾ നമുക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. അതിന് നമ്മൾ തന്നെ നല്ല തീരുമാനങ്ങളെടുത്ത് തിരഞ്ഞെടുക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ വേണം നമ്മുടെ ജീവിതത്തെ സന്തോഷപൂർവ്വമാക്കാനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. അതിനെല്ലാവർക്കും കഴിയട്ടെ. നന്ദി.